RRB ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന കുട്ടികളോടും അല്ലെങ്കിൽ RRBയുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെയും മനസ്സിൽ തോന്നുന്ന രണ്ട് ചോദ്യങ്ങളാണ് അല്ലെ ഈ സ്ക്രീനിൽ കാണുന്നത്. ഒന്നെന്ന് പറയുന്നത് 2024 നോട്ടിഫിക്കേഷൻ വിളിച്ച 2025 പരീക്ഷ കഴിഞ്ഞ് 32,000 വേക്കൻസികളോട് വന്ന നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ റിസൾട്ട് എവിടെ? ഒരുപാട് പേര് ഇതിനെപ്പറ്റി ആലോചിച്ച് നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് സങ്കടമൊക്കെ വന്ന് പറഞ്ഞതാണ്. അതായത് ഞാൻ ഈ ഒരു പരീക്ഷയെ കരുതി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന്. അപ്പോൾ നാളെ മെയ് 5 ആ ഒരു ഹിയറിംഗ് വെച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി തന്നെയായിരിക്കും വരുന്നത്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് 2025 ലാസ്റ്റ് വിളിച്ച നോട്ടിഫിക്കേഷനായ 22,000 വേക്കൻസികളോട് കൂടി വന്ന നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ എക്സാം എന്നായിരിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് നോക്കാം. നമ്മുടെ 2024-28-12-2024 32,000 വേക്കൻസി, ഏകദേശം 32,438 വേക്കൻസികളോട് വന്ന റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ എന്ന് പറയുന്നത്. ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഏകദേശം അതിന്റെ കട്ട് ഓഫ് വന്ന ഫിസിക്കൽ കഴിഞ്ഞ് ഏകദേശം ആ ഒരു അപ്പോയിന്റ്മെന്റിന്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആയിട്ടും കട്ട് ഓഫ് എന്ന് പറയുന്നത് വന്നിട്ടില്ല. അപ്പോൾ ഫിസിക്കലും സ്വാഭാവികമായിട്ടും ലേറ്റ് ആവുകയാണ്. അപ്പോൾ ഇതുവരെ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യാത്ത കുട്ടികളോട്, കട്ട് ഓഫ് അറിഞ്ഞാൽ മാത്രമേ ഞാൻ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്തിരിക്കൂ എന്ന് പറയുന്ന കുട്ടികളോട്, ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരാം. പക്ഷെ അത് വന്നതിന് ശേഷം മാത്രമേ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന തീരുമാനം നിങ്ങൾ മാറ്റണം. കാരണം ഒത്തിരി നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഫിസിക്കലി ഫിറ്റ് ആയിരുന്നാൽ മാത്രം പോലെ നമ്മുടെ ആ ഒരു ഡെയിലി ആയിട്ടുള്ള ആ ഒരു പ്രാക്ടീസ് സെഷൻസിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയുടെ ഫിസിക്കൽ ടെസ്റ്റ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. നാളെ എങ്ങാനും വിധി വരികയാണെങ്കിൽ, പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വിധി വരികയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും 1 മാസത്തിനകത്ത് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. 1 മാസത്തിനകത്ത് ഫിസിക്കൽ ടെസ്റ്റ് കാണും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ വൈകിപ്പോയി എന്ന് തോന്നുന്നവരോട് നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങുക. ഇനി ഈ ഒരു കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. അതിന് മുന്നേ അടുത്ത് നമ്മളുടെ 22,000 വേക്കൻസികളായിട്ട് കാണിച്ചിട്ടുള്ള 22,195 വേക്കൻസികളോടെ 2025 ഗ്രൂപ്പ് ഡി വേറൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ 27/12/2025 വന്നത്. അപ്പോൾ പഴയ എക്സാമിന്റെ ഒരു കാര്യങ്ങളോ ആയിട്ടില്ല. അതിന് മുന്നേ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. ഇതിന്റെ എക്സാം എന്നായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കുന്നവരോട്, ആ ഒരു കേസിന്റെ കാര്യങ്ങൾ നിങ്ങൾ അവിടെ മാറ്റിവെച്ചോ. ഒരു കിട്ടിയിരിക്കുന്ന ഒരു കൺഫർമേഷൻ അനുസരിച്ച് ഏകദേശം ഒരു 3 മാസത്തിനകത്ത് ഗ്രൂപ്പ് ഡി പരീക്ഷ ഉണ്ടായിരിക്കും. അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നമ്മുടെ RRBയുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത കുട്ടികളോടാണ്, സമയം ഒരുപാട് വൈകിപ്പോയി, പക്ഷേ 3 മാസം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്ന ഒരു പരീക്ഷ കൂടിയാണ് ഗ്രൂപ്പ് ഡി പരീക്ഷ. ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം ഞാൻ കമ്പാരിറ്റീവ്ലി പറയുന്നത് NTPCയുടെയും മറ്റ് പരീക്ഷകൾ അപേക്ഷിച്ച്, NTPC ഒക്കെ ആണെങ്കിൽ നമുക്ക് 2 കടമ്പകളുണ്ട്. എല്ലാവരും വിചാരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴത്തേനും ഗ്രൂപ്പ് ഡി പരീക്ഷയെക്കാളും എളുപ്പമാണ് NTPC. അങ്ങനെ ചിന്തിക്കുന്നവരോടാണ് NTPC ടയർ 1 എഴുതിയിട്ട് നിങ്ങളത് പറയരുത്. NTPCക്ക് ഒരു ടയർ 2 എന്ന് പറയുന്ന ഒരു എക്സാം കൂടിയുണ്ട്. അതുകൂടെ ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ എത്താൻ പറ്റുകയുള്ളൂ. ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ഒരൊറ്റ റിട്ടേൺ എക്സാം മാത്രമേ ഉള്ളൂ. പിന്നീടുള്ളത് ഫിസിക്കലാണ്. അത് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേനും ഗ്രൂപ്പ് ഡി കുറച്ചുകൂടെ കയറാൻ ഈസി ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. ഇനി ഫിസിക്കൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വിധി പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ 1 മാസത്തിനകത്ത് നമ്മുടെ ഫിസിക്കൽ എക്സാം നടക്കും ഗ്രൂപ്പ് ഡിയുടെ. ഇനി 3 മാസത്തിനകത്ത് നമ്മളുടെ പുതിയ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ 2025 വന്ന 22,000 വേക്കൻസികളായിട്ട് വന്ന ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ എക്സാം 3 മാസത്തിനകത്ത് കാണും. അപ്പൊ 3 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇതുവരെ നമ്മൾ പഠിച്ചു തുടങ്ങാത്ത ഒരു കുട്ടിയാണെങ്കിൽ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ നമ്മുടെ പ്രീവിയസ് ഇയർ PYQs ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ബേസിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും ഗ്രൂപ്പ് ഡി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തില് PYQ അനലൈസ് ചെയ്തുകൊണ്ട് ഹോട്ട് ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്ത് പ്രയോറിറ്റി ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗ്രൂപ്പ് ഡി പരീക്ഷ 3 മാസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഒരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു കമന്റിൽ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇല്ല എങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. വെറും ഒരു കോഴ്സ് മാത്രമല്ല, നിങ്ങൾക്ക് തോന്നും വെറും ഒരു ഡെമോ ക്ലാസ്, റെക്കോർഡ് ക്ലാസ് മാത്രമായിരിക്കും എന്ന് വിചാരിക്കരുത്. 3 മാസം എന്ന് പറയുന്നത് നിങ്ങളെ ഒരു ജോലിയിൽ കയറ്റാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഡി പൊസിഷൻ നിങ്ങളെ എത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള പ്രയോറിറ്റി ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ മോക്ക് ടെസ്റ്റുകളുണ്ട്, PYQ അനലൈസ്ഡ് ക്ലാസ്സുകളുണ്ട്, പിന്നെ നിങ്ങൾക്ക് ദിവസവും ലൈവ് സെഷൻസ് ഉണ്ട്, ലൈവ് ടെസ്റ്റുകളുണ്ട്, വീക്കിലി ടെസ്റ്റുകളുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ മെന്റർഷിപ്പും എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു അടിപൊളി ബാച്ചാണ് സൂപ്പർ നോട്ട്സിന്റെ 90 ഡേയ്സ് ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വൈകിപ്പോയ കുട്ടികൾ ഇനിയും നിങ്ങൾ മടിച്ചിരിക്കാതെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ നമ്മുടെ ആപ്പിൽ കയറിയിട്ട് നമ്മുടെ ഡെമോ ക്ലാസ് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ആ ഡെമോ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ഈ പറയുന്ന എക്സാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 32,000 വേക്കൻസി ആയിട്ട് വന്ന നമ്മുടെ RRB ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഉടനെ വരും. ഫിസിക്കൽ 1 മാസത്തിനകത്ത് കാണും. 22,000 വേക്കൻസികളായിട്ട് ഇത്തവണ വിളിച്ച 2025 വിളിച്ച പരീക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 3 മാസത്തിനകത്ത് കാണും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് പരീക്ഷയും കാണും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക കേട്ടോ.